ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ ഇടിയപ്പാട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായി. ഇപ്പോൾ ഞാനിത് ഇടിയപ്പം ഇങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടിയപ്പത്തിന് കറിയായിട്ട് കുറച്ച് ഇറച്ചിക്കറി ഇരിപ്പുണ്ട്. അത് ചൂടാക്കിയാൽ മതി. അപ്പോൾ ഇന്ന് കറി വേറെ ഉണ്ടാക്കണ്ട, അപ്പോൾ അതുകൊണ്ട് തന്നെ എളുപ്പമുണ്ട്. അപ്പോൾ ഞാൻ ഇടിയപ്പമൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അരിപ്പൊടി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് അരി പൊടിപ്പിക്കാനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അരിയൊക്കെ കഴുകി വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് വെള്ളമൊക്കെ തുറന്ന് കുറച്ച് കഴിയുമ്പോൾ പൊടിപ്പിക്കാനായിട്ട് കൊടുത്തു വിടണം. അപ്പോൾ ആ ജോലി ഞാൻ അവിടെ തീർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ തന്നെ നമ്മുടെ ഒരു ചായ കൂടി അതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ ഈ കറി ഉള്ളത് കൊണ്ട് തന്നെ നല്ല സമാധാനത്തിലായിട്ട് ഞാനിപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണല്ലോ. അപ്പോൾ കറി ഉള്ളത് കൊണ്ടാണ് ഞാൻ അരിയൊക്കെ കഴുകാനൊക്കെ ആയിട്ട് എനിക്ക് ടൈം കിട്ടിയതും. അങ്ങനെ ഇടിയപ്പമൊക്കെ അപ്പോൾ ഞാൻ ആദ്യത്തെ ട്രിപ്പ് ഇടിയപ്പം വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിട്ട്, ഇതിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പാണ്. അപ്പോൾ ചൂടോടുകൂടി തന്നെ അത് പിഴിഞ്ഞു വെച്ചില്ലെങ്കിൽ പിന്നെ ഭയങ്കര പാടായിരിക്കും അത് പിഴിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ ചൂടോടുകൂടി തന്നെ ഞാൻ വാഴയിലേക്ക് പിഴിഞ്ഞു വെച്ചതാണ്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതിപ്പോൾ കുറച്ച് അലക്കാനുണ്ട്, കല്ലേൽ അലക്കാനുള്ളതാണ്. അപ്പോൾ ഞാനത് നനച്ച് വയ്ക്കാനായിട്ട് പോയതാണ്. പിന്നെ അപ്പോഴത്തേനും നമ്മുടെ അരിയുടെ വെള്ളമൊക്കെ പോയി നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് പൊടിപ്പിക്കാനായിട്ട് കൊടുത്തുവിടാണ്. അപ്പോൾ അത് പൊടിച്ച് വറുത്ത് കൊണ്ടുവന്നോളും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ അലക്കാനുള്ളതൊക്കെ അലക്കിയിട്ടിട്ടുണ്ട്. പാത്രമൊക്കെ കഴുകിയൊക്കെ കഴിഞ്ഞു, അടിച്ചൊക്കെ വാരിയിട്ടുണ്ട്. പിന്നെ ഇനി കറി വയ്ക്കാനായിട്ട് ചെമ്മീനും മാങ്ങയും കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉണക്ക ചെമ്മീനും മാങ്ങയും ഇട്ടിട്ട് കറി വയ്ക്കുകയാണ്, പച്ചമുളകൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചു. ഇനി അതിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കും. തേങ്ങയും ഉള്ളിയും കൂടി അരച്ചതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ആവശ്യത്തിന് ചാറ് കുറുകി തിളച്ച് വരുമ്പോൾ, അരപ്പ് ഒരുപാട് നേരമായിട്ട് തിളപ്പിക്കരുത്, ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് കടുക് താളിച്ചെടുക്കാം. നല്ല സിമ്പിളായിട്ടുള്ള കറിയാണ്, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ കപ്പങ്ങ ഉണ്ടായിട്ട്, അപ്പോൾ കപ്പങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊന്ന് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് സവാള അരിഞ്ഞതിട്ട് വഴറ്റിയിട്ട് മുളക് പൊടിയും കൂടി ഇട്ടിട്ടാണ് ഇന്ന് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ സവാള വാടി വന്നപ്പോൾ അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ കപ്പങ്ങയും കൂടി ഇട്ട് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് വേവിക്കും. വെള്ളമൊന്നും ഒഴിക്കില്ല കേട്ടോ, സിമ്മിലിട്ടിട്ടാണ് വേവിക്കുന്നത്. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കണ്ട, സിമ്മിലിട്ട് വേവിച്ചാൽ മതി. പിന്നെ വെള്ളം ഒഴിച്ചും വേവിക്കണവരുണ്ട് കേട്ടോ. പിന്നെ ചിലർ കുക്കറിൽ വേവിക്കണവരൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനെയാട്ടോ ചെയ്യാറ്, വെള്ളം ഒഴിക്കാറില്ല. രണ്ടിനും രണ്ട് ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ച് വേവിക്കണതിന് വേറൊരു ടേസ്റ്റാണ്, ഇതിന് വേറൊരു ടേസ്റ്റാണ്. എങ്ങനെയായാലും എനിക്ക് രണ്ടും ഇഷ്ടമാണ് കേട്ടോ, പക്ഷെ ഞാനിങ്ങനെയാണ് വേവിക്കാറ്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ തീ സിമ്മിലിട്ടിട്ടാവുമ്പോൾ അടി പിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനി പപ്പടം കൂടി വറുത്താൽ മതി. അപ്പോൾ പപ്പടവും കൂടി വറുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ ബാക്കി ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. തുണിയെല്ലാം അഴയിലിട്ടിട്ടുണ്ടായി. അപ്പോൾ ഇനിയിപ്പോൾ ഊണൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ വൈകുന്നേരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലൊരു തെളിച്ചുള്ള ദിവസമായിരുന്നു. അധികം അധികം മഴയൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അഴയിൽ വിരിച്ച തുണിയൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ട്രിപ്പ് തുണി ഞാൻ അഴയിലേക്ക് ഇട്ടിട്ട് ഉണങ്ങിയത് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ വൈകുന്നേരമായപ്പോൾ ഒരു ചായയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ സുഖിയ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ചായയും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനത് സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ ചായ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ചായയും സുഖിയനൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പൊടി രാവിലെ വറുക്കാനും പൊടിക്കാനൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വാങ്ങേണ്ട ടൈമായി. വൈകുന്നേരം 4 മണിയൊക്കെ ആകുമ്പോൾ ചെല്ലാനാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അത് വാങ്ങാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ പൊടിയൊക്കെ കൊണ്ടുവന്നു കേട്ടോ. പൊടി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പിന്നെ അത് പകർത്തി വയ്ക്കാനും പാത്രത്തിലാക്കാനൊക്കെ ഉണ്ടായി. അങ്ങനെ പിന്നെ ആ ജോലിക്കൊക്കെ ആയിട്ട് നിന്നതാണ്. അപ്പോൾ പൊടിയൊക്കെ പകർത്തി ഞാൻ എയർ ടൈറ്റായിട്ട് ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം.